ഗുഡ് മോർണിംഗ്. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കൊറോഷനെ കുറിച്ചാണ്. എന്താണ് കൊറോഷൻ അല്ലെങ്കിൽ ലോഹനാശനം എന്നാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു കൊറോഷൻ? ഇറ്റ് ഈസ് ദി സ്ലോ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽസ് ഡ്യൂ ടു അറ്റാക്ക് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ആൻഡ് മോയ്സ്ചർ on their surface, resulting in the formation of compounds such as oxides, sulfides, carbonates, etc. are called corrosion. Okay? അപ്പോൾ അതായത് ഒരു ലോഹം അതിൻ്റെ ചുറ്റുപാടുമുള്ള വാതകങ്ങളുമായും ഈർപ്പവുമായും പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി അവ ലോഹ ഓക്സൈഡുകളായിട്ട് മാറും, അല്ലെങ്കിൽ ലോഹ സൾഫൈഡുകളായിട്ട് മാറും, അല്ലെങ്കിൽ അവ ലോഹ കാർബണേറ്റുകളായിട്ട് മാറും. ഇങ്ങനെ ലോഹ സൾഫൈഡുകളായിട്ടോ ലോഹ കാർബണേറ്റുകളായിട്ടോ ലോഹ ഓക്സൈഡുകളായിട്ടോ ഒരു ലോഹം നശിച്ചു പോകുന്നതിനെയാണ് കൊറോഷൻ അല്ലെങ്കിൽ ലോഹനാശനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോഹനാശനം കൊണ്ട് ഒരു ലോഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം, അതിൻ്റെ ഉറപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള ഒരു ലോഹനാശനമാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഒരു ലോഹനാശനമാണ്. അതുപോലെ ടാനിഷിംഗ് ഓഫ് സിൽവറിൻ്റെ പുറംഭാഗത്ത് കാണുന്ന കറുത്ത അടയാളം, കറുത്ത കോട്ടിംഗ് എന്താണ്, അത് ലോഹനാശനമാണ്. അതുപോലെ ഫോർമേഷൻ ഓഫ് ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ, ചെമ്പിൻ്റെ ഉപരിതലത്തിൽ കാണുന്ന പച്ച നിറത്തിലുള്ള ക്ലാവ്, അതും ലോഹനാശനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ലോഹം അതിൻ്റെ കോമ്പൗണ്ടുകളായിട്ട് മാറി, ലോഹം ചുറ്റുപാടുമായി പ്രവർത്തിച്ച് അവയുടെ കോമ്പൗണ്ടുകളായി മാറി നശിച്ചു പോകുന്നതിനെയാണ് ലോഹനാശനം അല്ലെങ്കിൽ കൊറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ലോഹനാശനമാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. എങ്ങനെയാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി റസ്റ്റിംഗ് ഓഫ് അയൺ എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഒരു ഇരുമ്പിൻ്റെ കഷ്ണം അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടു എന്ന് കരുതാം. അന്തരീക്ഷത്തിലെ ഈർപ്പവും അതുപോലെ തന്നെ അന്തരീക്ഷ വായുവുമായിട്ട് ഒരു ഇരുമ്പിൻ്റെ കഷ്ണത്തിന് ബന്ധമുണ്ടെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിലെ ഈർപ്പം ഇരുമ്പിൻ്റെ ഒരു ഭാഗത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം പറ്റിപ്പിടിച്ചു എന്ന് കരുതാം. ആ ഈർപ്പം പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭാഗം എന്തായിട്ട് മാറും? ആനോഡായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം പറ്റിപ്പിടിച്ച ഇരുമ്പിൻ്റെ പ്രതലത്തിലുള്ള ഒരു ഭാഗം ആനോഡായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇരുമ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം പറ്റിപ്പിടിച്ച ഭാഗമാണെന്ന് കരുതാം. ഇവിടെയുള്ള ഇരുമ്പിൻ്റെ പാർട്ടിക്കിൾസ്, അയൺ പാർട്ടിക്കിൾസ് എന്തായിട്ട് വർക്ക് ചെയ്യും? ആനോഡായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതേപോലെ മറ്റൊരു ഭാഗം, അന്തരീക്ഷത്തിലെ ഇരുമ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗം എന്ത് ചെയ്യുന്നു? അവിടെ അന്തരീക്ഷത്തിലെ എയർ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, അങ്ങനെയുള്ള അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ഒരു സ്പോട്ടിലുമായിട്ട് ഇരുമ്പിൻ്റെ ഒരു ഭാഗവുമായിട്ട് എന്ത് ചെയ്യുന്നു? അതിന് കോണ്ടാക്റ്റ് ഉണ്ടാവും. ആ ഭാഗം എന്ത് ചെയ്യുന്നു? കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരേ ഇരുമ്പ് കഷ്ണത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളിൽ ഒരു ഭാഗം ആനോഡായിട്ട് വർക്ക് ചെയ്യുന്നു, മറ്റൊരു ഭാഗം എന്ത് ചെയ്യുന്നു? കാഥോഡായിട്ടും വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ആനോഡായി വർക്ക് ചെയ്ത ഇരുമ്പിൻ്റെ ഭാഗത്തുള്ള അയൺ ആറ്റം, ഇരുമ്പ് ആറ്റം എന്ത് ചെയ്യുന്നു? അത് Fe2+ ഫെറസ് അയോണായിട്ട് മാറുന്നു, Fe2+ ആയിട്ട് മാറുന്നു. ഓക്കെ, അത് ആനോഡായിട്ട് വർക്ക് ചെയ്യുന്ന ഇരുമ്പ് ആറ്റങ്ങൾ ഫെറസ് അയോണായിട്ട് മാറുന്നു. ഇനി ഫെറസ് അയോണായിട്ട് മാറുന്ന അല്ലെങ്കിൽ അതിന് ഇരുമ്പ് ആറ്റത്തിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അപ്പോൾ അയൺ ആറ്റത്തിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു?
ആനോഡിൽ നിന്ന് അത് കാഥോഡിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നു. ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാം. ആനോഡിൽ നിന്ന് അത് കാഥോഡിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നു. ഓക്കെ, അപ്പോൾ കാഥോഡിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുള്ള ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? കാഥോഡ് സ്പോട്ടിലെ കാഥോഡിൻ്റെ ഭാഗത്തുള്ള ഓക്സിജനെ എന്ത് ചെയ്യുന്നു? ഓക്സിജനെ അത് റിഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ കാഥോഡ് സ്പോട്ടിലെത്തിയിട്ടുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? അതിനെ ഓക്സിജനെ റിഡ്യൂസ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് H+ അയോൺ. അപ്പോൾ H+ അയോണിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? ഓക്സിജനെ ഇലക്ട്രോൺ റിഡ്യൂസ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് H+ അയോൺ ഉണ്ടായത്? അന്തരീക്ഷത്തിലുള്ള ഈർപ്പം ഇരുമ്പിൻ്റെ പ്രതലത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് അല്ലേ? ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈർപ്പത്തിലേക്ക് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ ഡിസോൾവ് ചെയ്യുന്നു. ആ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡാണ് ഡിസോൾവ് ചെയ്തതെങ്കിൽ അത് കാർബോണിക് ആസിഡായിട്ട് മാറും. അങ്ങനെ കാർബോണിക് ആസിഡിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ത്? ഇവിടെയുള്ള H+ അയോൺ. ഓക്കെ, അപ്പോൾ ആനോഡിലെ ഇരുമ്പ് ആറ്റങ്ങൾക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇത് Fe2+ അയോണായിട്ട് മാറുന്നു. അങ്ങനെയുള്ള Fe2+ അയോൺ കാഥോഡിൻ്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്ത് കാഥോഡിലെ ഓക്സിജനെ H+ അയോണിൻ്റെ സാന്നിധ്യത്തിൽ അത് റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആനോഡിലെ ഇരുമ്പ് 2Fe gives 2Fe2+ plus 2 ഇലക്ട്രോൺ. ഓക്കെ, ഇനി എന്താണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ? നമുക്കതിൽ എങ്ങനെ എഴുതാൻ നോക്കാം. 2Fe gives 2Fe2+ plus 4 ഇലക്ട്രോൺ. അപ്പോൾ ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, ആനോഡിൽ നടക്കുന്ന റിയാക്ഷനാണ്. ഇനി എന്താണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ? O2 plus 4H+ plus 4 ഇലക്ട്രോൺ gives 2H2O. ഇതാണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിച്ചു അല്ലേ? ഇരുമ്പിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. എന്നാൽ കാഥോഡിൽ എന്ത് ചെയ്യുന്നു? ഓക്സിജനെ റിഡ്യൂസ് ചെയ്യുന്നു, ഓക്സിജന് റിഡക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓവറോൾ റിയാക്ഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതാവുന്നതാണ്. എന്താണ് ഓവറോൾ റിയാക്ഷൻ? 2Fe plus O2 plus 4H+ gives 2Fe2+ plus 2H2O. അപ്പോൾ ഇതാണ് ഓവറോൾ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഫെറസ് അയോൺ അത് വീണ്ടും എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ് ചെയ്യുന്നു. ഫെറസ് അയോൺ ഫർദർ ഓക്സിഡൈസ്ഡ് ബൈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ടു ഫോം ഫെറിക് അയോൺ. ഫെറസ് അയോൺ വീണ്ടും എന്ത് ചെയ്യുന്നു? അത് ഓക്സിഡൈസ് ചെയ്യുന്നു. ഫെറസ് അയോൺ ഓക്സിഡൈസ് ചെയ്തിട്ട് അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഓക്സിഡൈസ് ചെയ്തിട്ട് ഫെറിക് അയോൺ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫെറിക് അയോണാണ് എന്ത് ചെയ്യുന്നത്? റെസ്റ്റായിട്ട് മാറുന്നത്. ഫെറിക് അയോൺ എന്തായിട്ട് മാറുന്നു? ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡായിട്ട് മാറുന്നു. അങ്ങനെ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡായി മാറിയിട്ടുള്ള ഇരുമ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തുരുമ്പ് എന്ന് വിളിക്കുന്നത് അല്ലേ? അതാണ് റസ്റ്റ്. അപ്പോൾ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ഈസ് നോൺ ആസ് റസ്റ്റ് ഓർ ഇറ്റ് ഈസ് റിട്ടൺ ആസ് Fe2O3 XH2. ഇനി അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 2Fe2+ plus 2H2O plus half O2 gives Fe2O3 plus 4H+. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ഫെറിക് ഓക്സൈഡ്, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിനെയാണ് നമ്മൾ തുരുമ്പ് എന്ന് വിളിക്കുന്നത് ഓർ റസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ റസ്റ്റിനെ ഒഴിവാക്കാൻ, ഇരുമ്പ് തുരുമ്പിക്കുന്നതിനെ ഒഴിവാക്കാൻ നമുക്ക് ചില മാർഗങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ, ബാരിയർ പ്രൊട്ടക്ഷൻ. ഒന്നാമത്തത് ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കുന്നതാണ്. എന്താണ് ബാരിയർ പ്രൊട്ടക്ഷൻ? ദി മെറ്റൽ സർഫസ് ക്യാൻ ബി കവേർഡ് വിത്ത് ഓയിൽസ്, പെയിൻറ്റ്സ് ആൻഡ് ഗ്രീസസ്. മെറ്റൽ സർഫസ് എന്ത് ചെയ്യുക? അത് ഒന്നുകിൽ പെയിൻറ് കൊണ്ട് കോട്ട് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ ഗ്രീസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഓയിൽസ് ഉപയോഗിക്കുക. ഇപ്പോൾ ഓയിൽസ് ഉപയോഗിച്ചിട്ട്
മെറ്റൽ സർഫസിനെ കോട്ട് ചെയ്യുക, അതുപോലെ പെയിൻറ് ഉപയോഗിക്കുക, അതുപോലെ ഗ്രീസ് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇരുമ്പിനെ തുരുമ്പിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡാണ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. എന്താണ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ? ദി മെറ്റൽ ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ബൈ കോട്ടിംഗ് ഇറ്റ് വിത്ത് മോർ ആക്റ്റീവ് മെറ്റൽ ലൈക്ക് സിങ്ക്, ക്രോമിയം, നിക്കൽ, കാഡ്മിയം എക്സെട്ര. അപ്പം ഇരുമ്പിനെ എന്ത് ചെയ്യുക? മോർ ആക്റ്റീവായിട്ടുള്ള മെറ്റൽ കൊണ്ട് കോട്ട് ചെയ്യുക, അല്ലേ? സിങ്കിനെ കൊണ്ട് കോട്ട് ചെയ്യാം. ഇപ്പോൾ സിങ്കിനെ കൊണ്ട് ഇരുമ്പിൻ്റെ ഉപരിതലത്തിൽ ഒരു കോട്ടിംഗ് ഉണ്ടാക്കുക, അല്ലേ? അപ്പോൾ നമ്മൾ ഗാൽവനൈസ്ഡ് അയേൺ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ സിങ്കിനെ കൊണ്ട്, അല്ലെങ്കിൽ ക്രോമിയത്തിനെ കൊണ്ടോ, അല്ലെങ്കിൽ നിക്കലിനെ കൊണ്ട്, അല്ലെങ്കിൽ കാഡ്മിയം കൊണ്ട് ഒക്കെ ഇരുമ്പിൻ്റെ പ്രതലത്തിൽ ഒരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇരുമ്പ് ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെടുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരുമ്പിനെ തുരുമ്പിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കാം. ദെൻ നെക്സ്റ്റ് തേർഡ് മെത്തേഡാണ് കാതോഡിക് പ്രൊട്ടക്ഷൻ ഓർ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ. എന്താണ് കാതോഡിക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ അതായത് ഇരുമ്പിനെ കാതോടായിട്ട് ആക്ട് ചെയ്യാൻ നമ്മൾ അനുവദിക്കുക. ഇരുമ്പിനെ കാതോടായിട്ട് ആക്ട് ചെയ്യാൻ അനുവദിക്കണം. അപ്പോൾ ഇരുമ്പ് ആനോടായിട്ട് വരുമ്പോഴാണ് അതിന് അവിടെ റെസ്റ്റിംഗ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇരുമ്പ് എന്തായിരിക്കണം? ഇരുമ്പ് എല്ലായ്പ്പോഴും കാതോടായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇരുമ്പിനെ മോർ ആക്റ്റീവ് മെറ്റലായിട്ടുള്ള സിങ്ക് അല്ലെങ്കിൽ മഗ്നീഷ്യം, സിങ്കിനെയോ മഗ്നീഷ്യത്തിനെയോ നമ്മൾ എന്ത് ചെയ്യുന്നു? മഗ്നീഷ്യത്തിൻ്റെയോ ഒരു വലിയ കട്ട, വലിയൊരു മാസ്, വലിയൊരു കട്ട സിങ്കിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ വലിയൊരു പീസ് എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ ഇരുമ്പുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ മോർ ആക്റ്റീവ് മെറ്റൽ ലൈക്ക് സിങ്ക് ഓർ മഗ്നീഷ്യം ബറീഡ് നിയർ അയേൺ ആൻഡ് കണക്റ്റഡ് ബൈ വയർ. അപ്പം സിങ്കിനെയോ മഗ്നീഷ്യത്തിനെയോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വയറ് വഴി ഇരുമ്പുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോഴങ്ങനെ ബന്ധിപ്പിക്കുന്ന സമയത്ത് സിങ്കും മഗ്നീഷ്യവും ആനോടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ സിങ്കും മഗ്നീഷ്യവും ആനോടായിട്ട് ആക്ട് ചെയ്യുകയും സിങ്കിനും അയേൺ കാതോടായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴങ്ങനെ അങ്ങനെ ഉള്ള ഒരു അറേഞ്ച്മെൻറ്റിൽ സിങ്കിനും മഗ്നീഷ്യത്തിനും ലോഹനാശനം സംഭവിക്കുന്നു, കാരണം അത് ആനോടാണ്. എന്നാൽ കാതോടായി വെച്ചിട്ടുള്ള ഇരുമ്പിന് നാശനം സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാതോഡിക് പ്രൊട്ടക്ഷൻ ഓർ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കടലിൻ്റെ കരയിലുള്ള ഇരുമ്പ് വസ്തുക്കൾക്കൊക്കെ കാതോഡിക് പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും കടലിൻ്റെ കരയിലാണെങ്കിൽ ഉപ്പ് ഉള്ള വെള്ളമായതുകൊണ്ട് ഇരുമ്പ് വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നു? തുരുമ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സിങ്കിൻ്റെ അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ വലിയ പീസ് ഇരുമ്പിൻ്റെ ഉപകരണവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അങ്ങനെയാകുമ്പോൾ മഗ്നീഷ്യത്തിന് നാശനം സംഭവിക്കുന്നു, ഇരുമ്പിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇത്തരത്തിൽ കൊറോഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ കൊറോഷൻ മുഖേന നമുക്ക് നമ്മുടെ രാജ്യത്ത് ധാരാളം ലോഹങ്ങൾ നശിച്ചു പോകുന്നു. ധാരാളം ലോഹങ്ങൾ നശിച്ചു പോകുന്നതനുസരിച്ച് തന്നെ ധാരാളം കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം നമുക്ക് ഈ ഒരു കൊറോഷൻ മുഖേന ഉണ്ടാകുന്നു. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാം. ബാരിയർ പ്രൊട്ടക്ഷൻ, സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ ആൻഡ് കാതോഡിക് പ്രൊട്ടക്ഷൻ ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ ഇത്തരം നാശനത്തിൽ നിന്ന് നമുക്ക് ലോഹത്തെ, പ്രത്യേകിച്ച് ഇരുമ്പിനെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.